ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബോഡി കോൺ പാനൽ സ്കേർട്ടാണ്. അതായത് ശരിക്കും ടൈറ്റായിട്ട് ഇരുന്നിട്ട് താഴെ ഫ്ലെയർ ആയിട്ട് വരുന്ന, ഓവർ ഫ്ലെയർ അല്ല, അതായത് ബോഡി കോൺ തന്നെ താഴെ ഫ്ലെയർ വരുന്ന കേട്ടോ. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതൊരു വലിയ സൈസാണ് വരുന്നത്. അതായത് ലെങ്ത് എന്ന് പറയുന്നത് തന്നെ 45 ഇഞ്ചാണ്. പിന്നെ അതിന്റെ വെയിസ്റ്റ് വരുന്നത് 38 ആണ്. സീറ്റ് 46. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ വേസ്റ്റ് എടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ലെങ്ത് എടുത്തു. ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ വേസ്റ്റ് മുതൽ സീറ്റ് വരെ, അതായത് ബാക്കിൽ നമ്മുടെ വേസ്റ്റ് കഴിഞ്ഞിട്ട് ബട്ടക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സൈഡുണ്ട്, അതായത് പൊങ്ങി നിൽക്കുന്ന ഭാഗം. അപ്പോൾ ആ വേസ്റ്റ് മുതൽ, അതായത് ആ വേസ്റ്റ് മുതൽ നമ്മൾ ആ ബട്ടക്ക് വരെ, പൊന്തിയ വരെയുള്ള ഭാഗം നമ്മൾ അളന്ന് നോക്കണം കേട്ടോ. അതായത് എത്രയാണ് ആ ലെങ്ത് എന്ന്, ആ ലെങ്ത് നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കണം. ഈ സ്കേർട്ട് എടുക്കുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് വേസ്റ്റ് മുതൽ വീണ്ടും നമ്മളുടെ ലെഗ് വരെയുള്ള, അതായത് മുട്ട് വരെയുള്ള നീ വരെയുള്ള ലെങ്തും നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കണം കേട്ടോ. അതായത് അവിടെ നിന്നാണ് പിന്നെ ചെറിയ ഫ്ലെയർ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വേസ്റ്റ് മുതൽ സീറ്റ് വരെയുള്ള ലെങ്തും വേസ്റ്റ് മുതൽ നീ വരെയുള്ള ലെങ്തും നമ്മൾ എടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിത് ഇനി എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് 16 പീസിലാണ് ചെയ്യുന്നത് കേട്ടോ. 16 പീസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടില് 8 വരും, ബാക്കിൽ 8 പീസ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 16 പീസിലാണ് നമ്മൾ ഈ സ്കേർട്ട് ചെയ്യുന്നത്. അപ്പോ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ചെയ്താൽ. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ലെങ്ത്, നമ്മുടെ ഫുൾ ലെങ്ത് ആണ് അടയാളപ്പെടുത്തേണ്ടത്. ഞാൻ അപ്പൊ ഈ സ്കേർട്ടിന് എടുത്തേക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 45 ആണ്. അപ്പൊ 45 നമ്മൾ മോളില് വേസ്റ്റിന് വേണ്ടി, നമ്മൾ പട്ടയ്ക്ക് എടുക്കുമല്ലോ, അതിനുള്ള ലെങ്ത്, അതായത് നമ്മൾ എത്ര ആണോ എടുക്കുന്നത്, പലരും പല അളവാണ്, ചിലർ 1 എടുക്കും, ചിലർ 1 എടുക്കും, 2 എടുക്കും. ഞാനിപ്പോ എടുത്തേക്കുന്നത് 1.5 ഇഞ്ചാണ്. 1.5 അത് ഞാൻ മൈനസ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ 45 ഇഞ്ചിൽ നിന്ന് ഞാൻ 1.5 മൈനസ് ചെയ്തിട്ടുള്ള ലെങ്ത് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. പിന്നെ മൈനസ് ചെയ്താലും പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതിനെ ഈ ഫ്ലെയർ താഴോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കൂട്ടിയെടുക്കേണ്ടി വരും. അപ്പൊ ആ കൂട്ടിയെടുക്കേണ്ടത് കൊണ്ട് ആ 45 തന്നെ എടുത്താലും പ്രശ്നമില്ല, പട്ട വേറെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇതിനെ ഷേപ്പ് ചെയ്ത് വരുമ്പോൾ ഇതിന് കുറെ നമുക്ക് ചിലപ്പോൾ ഷേപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഓവർ ഷേപ്പ് വരുമ്പോൾ അതിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ എടുക്കരുത് കേട്ടോ. അപ്പൊ കൂട്ടിയിട്ട് വേണം എടുക്കാൻ. അപ്പൊ ഞാനിപ്പോ ആ ലെങ്ത് വരച്ചു. അതിനുശേഷം നമുക്ക് നമ്മുടെ വേസ്റ്റ് മുതൽ സീറ്റ് വരെയുള്ള ലെങ്ത് എടുത്തു. ഇവിടെ എനിക്ക് വേസ്റ്റ് മുതൽ സീറ്റ് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അതായത് ഹൈറ്റ് ഉള്ള ആളായതുകൊണ്ടാണ് 11 ഇഞ്ച് വരുന്നത്. ലെങ്ത് വരെ നീ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. അത് ഞാൻ അടയാളപ്പെടുത്തി കേട്ടോ. ബാക്കിയാണ് നമ്മുടെ താഴേക്കുള്ള ലെങ്ത് വരുന്നത്. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് 38 ആണ്. അതിനെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര ആണോ അതിന്റെ കൂടെ നമ്മൾ അരയിഞ്ച് കൂട്ടുക. ഇപ്പൊ ഈ അളവ് മാത്രമല്ല, നമുക്ക് ഏതളവിൽ, ആരുടെ അളവിൽ വേണേലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര പാനൽ എടുത്താലും, ഇപ്പൊ 16 പീസ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. നിങ്ങൾ 12 ആണ് എടുക്കുന്നതെങ്കിൽ 38നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 ആണ് എടുക്കുന്നതെങ്കിൽ 38നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നത് എത്ര ആണോ അതിന്റെ കൂടെ നിങ്ങൾ തയ്യൽ തുമ്പ് കൂട്ടുക. അതായത് നമ്മൾ ഈ പാനൽ എടുക്കുമ്പോൾ, ഈ പാനൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പീസ് എന്ന് പറയുന്ന അപ്പുറം ഇപ്പുറം നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് എത്ര ആണോ തയ്യൽ തുമ്പ് വേണ്ടത്, അപ്പൊ 1/4 ഇഞ്ചാണ് 1/4 ഇഞ്ച്, 1/2 ഇഞ്ചാണ് 1/2 ഇഞ്ച്, അപ്പൊ 2 സൈഡിലും 1/2 ഇഞ്ച് വെച്ച് ഇട്ട് കൊടുത്താലും നമ്മൾ അത്രയും തന്നെ തയ്ച്ച് കളയുക തന്നെ വേണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ 1/2 ഇഞ്ച് കൊടുത്താലും നിങ്ങൾ അത്രയും പീസ് തയ്ച്ച് കളയണം, ഇല്ലെങ്കിൽ അത് വൃത്തികേടായിരിക്കും, നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടൂല. ഓക്കെ, അപ്പൊ നമ്മൾ ആ അളവെടുത്തു. അപ്പൊ എനിക്ക് ആ അളവ് കിട്ടുന്നത് 2.38 ആണ് വരുന്നത്. അതിന്റെ കൂടെ ഞാൻ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയാണ് എടുക്കുന്നത്. അത് ഞാൻ ഈ വേസ്റ്റിൽ മാർക്ക് ചെയ്തു കണ്ടോ. അപ്പൊ ഈ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ നമുക്ക് വരുന്നത്, അപ്പോ കിട്ടുന്നത് നമുക്ക് എത്ര ആണെങ്കിലും ഇവിടെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് തരുന്ന പോലല്ല നമ്മൾ തുണിയിൽ എടുക്കുന്നത്. തുണിയിൽ അത് ഞാൻ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഈ മാർക്ക് ചെയ്യുന്നത് അതുകൂടെ പറഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ.
അതായത് ഇതാണ് ഞാൻ എടുത്ത പീസ്. ഈ പീസ് നമ്മൾ എടുക്കുമ്പോൾ ഞാൻ ഇത് ഫോൾഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഈ നിവർത്തിയിട്ട് എടുത്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നോക്കൂ, ഈ ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പൊ എനിക്ക് കിട്ടുന്നത് 3 വിചാരിക്കുക. ഈ 3 നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ 1.5 എടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരൊറ്റ പീസ് എന്ന് പറയുന്നത് ഈ പീസ് നിവർത്തി വെച്ചിട്ടാണ് നമ്മൾ 16 എടുക്കേണ്ടത്. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പീസാണ് എടുക്കുന്നത്. ഇത് ഞാൻ മടക്കി ഇട്ടിട്ട് വേസ്റ്റ് എടുത്തേക്കണത്, വേസ്റ്റിന്റെ അളവ്, വേസ്റ്റ് എത്ര ആണോ അത് 38 അതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് കൂട്ടിയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പൊ അത് നിവർത്തിയിടുമ്പോൾ, മടക്കിയിടുമ്പോൾ അതിന്റെ പകുതി എടുക്കുക. ഓക്കെ, അതിന്റെ പകുതി. അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ എത്ര ആണോ സീറ്റ് വരുന്നത്, സീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ 11 ഇഞ്ചാണ് സീറ്റിൽ എടുത്തേക്കണത്. അവിടെ വന്നേക്കുന്നത് എനിക്ക് സീറ്റ് കിട്ടിയേക്കുന്നത് 46 ആണ്. അപ്പൊ 46ന്റെ അവിടെ ഞാൻ അതിന്റെ അളവെടുത്തു. ഓക്കെ, എന്നിട്ട് മടക്കിയാണ്, ഇത് ഞാൻ മടക്കിയാണ് ഇട്ടേക്കണത്, ഫോൾഡ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ ആ പേപ്പർ ഒന്നുകൂടെ കാണിച്ചത് കേട്ടോ. അതിനുശേഷം നമ്മുടെ നീഡ് അവിടുത്തെ അളവെടുക്കുക. ആ അളവ് എത്ര ആണെന്ന് വെച്ചാൽ അത് ആ അവിടുത്തെ അളവെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒതുക്കി 1/2 ഇഞ്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അവിടുത്തെ റൗണ്ട് നമുക്ക് എടുക്കണമെന്നില്ല. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും, കണ്ടോ? ഇങ്ങനെയാണ് ആ ഷേപ്പ് വരുന്നത്. ആ ഷേപ്പ് വന്നതിന് ശേഷം താഴേക്ക് നമ്മൾ എത്ര ഫ്ലെയർ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ തുണി അനുസരിച്ചാണ് നമ്മൾ ഫ്ലെയർ കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോ നോക്കിയേ, ഇങ്ങനെ ഇട്ടാൽ ഞാൻ 14 ഇഞ്ചാണ് എടുത്തേക്കുന്നത്, കണ്ടോ? അപ്പൊ നമ്മൾ ഫോൾഡ് ചെയ്താണെങ്കിൽ 7 ഇഞ്ച് വരണം. ഇവിടെ 7 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക, കണ്ടോ? ഇത് നിവർന്ന് കഴിയുമ്പോൾ ആ നിവർത്തി എടുക്കുന്ന പീസാണ് നമ്മൾ ഓരോ നമ്മുടെ തുണിയിൽ വെച്ചിട്ട് വെട്ടി കൊടുക്കണം. തിരിച്ചും മറിച്ചും നമുക്ക് വെട്ടാം. വെട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് എനിക്ക് കിട്ടിയേക്കണ പീസ്, കണ്ടോ? നോക്കൂ, ഇതാണ് താഴത്തെ ഫ്ലെയർ. ഇങ്ങനെ ഞാൻ പാറ്റേൺ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ചെയ്യാവൂ. പാറ്റേൺ എപ്പോഴും എടുത്തു വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കണ്ടോ? ഇത് ഞാൻ ഫോൾഡ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ നിവർത്തിയിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ ഫോൾഡ് വരുന്നെടുത്ത് വേണമെങ്കിൽ ഒരു ഫോൾഡ് നിങ്ങൾക്ക് കൊടുക്കാം. ബാക്കിയൊക്കെ നിവർത്തി തിരിച്ചും മറിച്ചു, അതായത് തുണി നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം ഇങ്ങനെ വെച്ച് അളവെടുക്കുക, അത് കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വെച്ച് അളവെടുക്കുക. ഓക്കെ, ഇത് തയ്ക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഈ ഷേപ്പിലാണ് നിങ്ങൾക്ക് വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഇനി തുണി വെട്ടുന്നത് നോക്കാം. നമ്മൾ പേപ്പർ കട്ടിങ്സ് എടുത്ത് കഴിഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഇനി ആ പീസ് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഈ തുണിയിലേക്ക് വെച്ച് വരച്ചേക്കാണ്, കണ്ടോ? ഈ തുണിയിൽ അതേപോലെ വെച്ച് വരച്ചേക്കാണ്. ഇപ്പൊ ഞാൻ ഇത് നിവർത്തിയാണ് കാണിക്കണത്, പക്ഷെ ഇത് മടക്കി ഫോൾഡ് ചെയ്തിട്ടാണ് ഞാനത് വെച്ച് വെട്ടിയേക്കണത് കേട്ടോ. ഫോൾഡ് ചെയ്ത് വെട്ടിയ ആണ്. അപ്പൊ നമ്മൾ ഫോൾഡ് ചെയ്ത് വെട്ടാൻ കാരണം അവിടെ ഫോൾഡ് ആണ്, അതുകൊണ്ടാണ് ഫോൾഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഫോൾഡ് ചെയ്താണ് ഞാൻ വരച്ചിട്ടേക്കണത് കേട്ടോ. നേരത്തെ വരച്ചുകൊണ്ട് പിന്നെ അത് കാണിക്കാനാണ് കേട്ടോ. അപ്പൊ ആ ഫോൾഡ് ചെയ്ത ആ പീസ് നമ്മൾ വെട്ടിയെടുക്കുക. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുമ്പേ തന്നെ ബാക്കിയുള്ള പീസുകൾ അപ്പുറത്ത് കിട്ടുമോ എന്ന് നോക്കണം. നമുക്ക് നമ്മുടെ തുണി എപ്പോഴും നോക്കിയിട്ട് വേണം നമ്മൾ എത്ര പീസാണ് അല്ലെ എത്ര പീസ് എടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടത് കേട്ടോ.